എല്ലാവർക്കും പ്രാർത്ഥന. ഈ ഏത് തലം മുതലാണ് ഈ ഒരു ശുദ്ധീകരണ അമ്മയെ തുടങ്ങണമെന്ന് കരുതുന്നത്? ഏത് തലം മുതലാണ്? അതറിയില്ല, നിങ്ങളൊക്കെ പറയൂ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് ഇതൊന്നും ചെയ്യാത്തതെന്ന്, എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, പത്രക്കാർ പറഞ്ഞു കൊടുക്കും. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ പറയാൻ ആർക്കുമില്ല. എന്ത് ചെയ്താലും അതിന് രണ്ട് വശം ഉണ്ടാവും. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറഞ്ഞ പോലെ അതെന്താണെങ്കിലും പറയും. കൂട്ടരാജി വെച്ചാലും പറയും, ഇനി ഒരാൾ മാത്രം രാജിവെച്ചാൽ പറയും എന്തിനാൻ വെക്കുന്നത്, എല്ലാവരും രാജിവെച്ചുകൂടെ എന്ന് പറയും. എല്ലാവരും രാജിവെച്ചാൽ പറയും എന്തിനാണ് കുറ്റം ചെയ്തത്, മറ്റേ ആരോപണ വിധേയമായിട്ടുള്ളവർ മാത്രം ചെയ്താൽ പോരെന്ന് ചോദിക്കും. ഈ ചോദ്യങ്ങളൊക്കെ ഈ അമ്മയിൽ ഏറ്റവും മുതിർന്ന അംഗമാണ്. അപ്പോൾ ഈ പുതിയ ആളുകൾ, ഈ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള പുതിയ ആളുകൾ ഈ അമ്മയുടെ തലപ്പത്തേക്ക് എത്തണോ, അതല്ല ഈ ജഗദീഷിനെ പോലുള്ള ആളുകൾ തന്നെ അല്ലെങ്കിൽ മോഹൻലാൽ തന്നെ തിരിച്ചെത്തണം, അങ്ങനെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എങ്ങനെയുണ്ടോ? ആരും മോശക്കാരൊന്നും അല്ലാന്നേ, അവിടെ ആരും കുഴപ്പക്കാരായിട്ടുള്ള ആളുകളില്ല. ചെറുപ്പക്കാരോ പ്രായമുള്ളവരോ സീനിയേഴ്സോ ജൂനിയേഴ്സോ ആരും വേണമെങ്കിലും വരട്ടെ, നന്നായിട്ട് കാര്യങ്ങൾ പോകണം. അവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടുത്തെ മീറ്റിങ്ങുകളിൽ വലിയ പ്രശ്നങ്ങളും ഒരു പൊളിറ്റീഷ്യന്മാർ രാഷ്ട്രീയ മീറ്റിംഗ് കൂടുന്ന പോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും അവിടെ ഞാനുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞ പ്രാവശ്യം അവിടെ വളരെ സ്വസ്ഥമായിട്ടിരുന്നിട്ട് അതെന്താ ചെയ്യേണ്ടത്, അതപ്പോൾ ഇങ്ങനെ ചെയ്താലോ, അങ്ങനെ ചെയ്ത് ശരിയാവുമോ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ശരി അതാണ് ശരിയെന്ന് എല്ലാവർക്കും തോന്നിയാൽ അത് ചെയ്യും. അതല്ലാതെ മറ്റത് നമുക്കൊരു കാര്യം ചെയ്യാം, അത് ഇങ്ങനെ ചെയ്ത് കളയാം, എന്നിട്ട് അവനെ പൂട്ടാം, അങ്ങനെ പറയുന്ന ഒരു കൊള്ളസംഘമൊന്നും അല്ല അത്. വളരെ ന്യായമായിട്ട് കാര്യങ്ങൾ പറയുന്ന, വളരെ ജോയ് മാത്യുവിനെ ഞാനാണ് നിർബന്ധിച്ച് പ്രാവശ്യം എക്സിക്യൂട്ടീവ് നിൽക്കണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് എന്നൊക്കെ അവിടെ പോയിട്ട് ഗുസ്തി ഉണ്ടാക്കാമെന്നും പറയും. പക്ഷേ നിർബന്ധിച്ച് പുള്ളിയെ പറഞ്ഞു, പുള്ളി നോമിനേഷൻ കൊടുത്ത് പുള്ളി അതിനകത്ത് ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ ഞാൻ കരുതുന്ന വെച്ചോടെ വലിയ പ്രശ്നങ്ങളാണെന്ന്. രണ്ട് എക്സിക്യൂട്ടീവ് കഴിഞ്ഞപ്പോൾ പുള്ളിയായിട്ട് പറഞ്ഞു അവിടെ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്, നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവല്ല, നല്ല തീരുമാനങ്ങളുടെ മനസ്സുള്ളവരാണ്. പിന്നെ ഈ പറഞ്ഞാൽ ഇവരാരും പൊളിറ്റീഷ്യന്മാർ വലിയ ബുദ്ധിയുള്ള ആളുകളോ കാര്യങ്ങളൊന്നും അല്ല ഈ അഭിനേതാക്കളാണെന്നുകൊണ്ട് അവർ പറഞ്ഞാൽ വലിയ കാര്യമാണോന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളും തെറ്റുകളൊക്കെ അവരുടെ വശത്തുണ്ടാകും. എന്താണെങ്കിലും അവരൊക്കെ നല്ലവരാണ്, ആരും ദുഷ്ടന്മാരല്ല. റിപ്പോർട്ടിൽ പലതരത്തിലുള്ള പരാമർശങ്ങളുണ്ട്, ഈ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ, അല്ലെങ്കിൽ താങ്കളുടെ കാര്യം ജൂനിയർ ആയിട്ടുള്ള താരങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരങ്ങൾ ഏതെങ്കിലും സമയത്ത് ലാൽചേട്ടനെ അറിയിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഇപ്പം നമ്മുടെ സെറ്റിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അത് ഒഴിവാക്കിയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൈയൊഴിയുന്നതല്ല, അതെല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല, എവിടെയും ഉണ്ടാകാൻ പാടില്ല. സിനിമയിലും ഉണ്ടാകാൻ പാടില്ല, ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല. സിനിമയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. കാരണം വെച്ചാൽ ഒരുമിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകളിൽ ഒരുമിച്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാവില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. പക്ഷെ അത് എല്ലായിടത്തും ഉണ്ടെന്നൊന്നും കരുതണ്ട. വളരെ വൃത്തിയായിട്ട് പോകുന്ന ഒരുപാട് പ്രൊഡക്ഷൻ കാര്യങ്ങളുണ്ട്. അവിടെയും തെറ്റും. ഇപ്പം ഞാനൊക്കെ എൻ്റെ സെറ്റിലൊന്നും ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമ്മൾ അന്ന് തന്നെ താല്പര്യം കൊടുത്ത് പോയി സംസാരിച്ച്. മുകേഷിനെതിരെ ആരോപണം വരുന്നു. സ്വാഭാവികമായി നടൻ എന്നതിനേക്കാൾ അപ്പുറത്ത് ജനപ്രതിനിധി കൂടിയാണ്. അദ്ദേഹത്തെ ഈ നിലവിൽ ഈ ആരോപണങ്ങൾ ഏൽക്കെതിരെ വരുന്നു, അതിൽ നിന്ന് മാറി നിൽക്കണം മാറി നിൽക്കണം എന്നുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതൊക്കെ ഇപ്പോൾ ഒരു പാർട്ടിയുടെ വക്താവാണെങ്കിൽ അപ്പോൾ അതിന് അവരുടേതായിട്ടുള്ള കുറേ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മുകേഷിന് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ പാർട്ടി എന്ന് പറയുന്നു രാജിവെക്കണ്ടെന്ന് പറഞ്ഞു, ചിലപ്പോൾ രാജിവെക്കേണ്ടത് എന്താണെങ്കിലും ഞാൻ വലിയ രാഷ്ട്രീയക്കാരനല്ല, അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുമല്ല. അതുകൊണ്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ മാറി നിൽക്കുന്നതിലും രാജിവെക്കുന്നതിലൊന്നും അല്ലാന്ന കാര്യം. നമുക്ക് വേണ്ടത് കുഴപ്പങ്ങൾ ആര് ചെയ്തിട്ടുണ്ട് അത് എവിടെയാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം. അതിനെപ്പറ്റി അന്വേഷണം വേണം. നല്ല അന്വേഷിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിനകത്തും വലിയ കൈകടത്തലുകളും കാര്യങ്ങളും ചർച്ച നടത്തി അംഗങ്ങളെ ഉൾപ്പെടെ അമ്മയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് സത്യമായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ. അറിയില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. ഈ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ റിപ്പോർട്ടായി തന്നെ ഇരുന്നാൽ മതിയോ, അതിന് ക്രിമിനൽ കേസ് എടുക്കേണ്ട, പോക്സോ എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നിയമ നടപടിയിലേക്ക് പോകണം എല്ലാവരുടെയും പേരിലോ? അല്ല, അതാ പറഞ്ഞ കുറ്റം ചെയ്തവരെ പറ്റി അന്വേഷിക്കണം. കുറ്റം ചെയ്തെന്ന് ആരോപിക്കപ്പെട്ടവരെ പറ്റി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, രക്ഷപ്പെടണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. കാര്യങ്ങളൊക്കെ ശരിയല്ല. പക്ഷേ കുറ്റം ചെയ്തവർ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. മതി.